ഒരിക്കൽ വിജയനഗര സാമ്രാജ്യത്തിലെ തിരുമാപുരം എന്ന ഗ്രാമത്തിൽ നാട്ടുകാർ കുളം വെട്ടാനായി ഒരുങ്ങി. അപ്പോൾ ആ സ്ഥലത്ത് വളരെ പുരാതനമായ ഒരു വിഷ്ണു ക്ഷേത്രം കണ്ട് എല്ലാവരും ആശ്ചര്യഭരിതരായി. കുളം വെട്ടിയ ആൾ മഹാരാജാവിനെ ഈ വിവരം അറിയിച്ചു. തെന്നാലിരാമനെയും രാജമന്ത്രിയെയും കൂട്ടിക്കൊണ്ട് മഹാരാജാവ് കുളം വെട്ടിയ സ്ഥലത്തെത്തി. അവിടെ അതിമനോഹരമായ വിഷ്ണു വിഗ്രഹം കണ്ടു. തെന്നാലിരാമ, ഈ സ്ഥലത്ത് വലിയൊരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നിരിക്കണം. കാലപ്പഴക്കം കൊണ്ട് ഭൂമിയിൽ പുതഞ്ഞു പോയതാവാം. രാജൻ, വിഷ്ണു സമ്പത്തിന് അധിപതിയാണ്. ഇവിടെ പുരാതനമായൊരു വിഷ്ണു ക്ഷേത്രം കണ്ടെടുക്കപ്പെട്ടത് സാമ്രാജ്യം സമ്പൽ സമൃദ്ധമാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ശരിയാണ് രാമൻ. രാജമന്ത്രി, മഹാരാജൻ, ഉടൻ തന്നെ ഇവിടെ ഗംഭീരമായൊരു വിഷ്ണു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ക്ഷേത്രത്തിന് ചുറ്റും മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കണം. ഉത്തരവ് പോലെ. കൃഷ്ണദേവരായരുടെ ഉത്തരവനുസരിച്ച് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. ക്ഷേത്രം പുനരുദ്ധാരണത്തിന് തയ്യാറായി. കൃഷ്ണദേവരായ മഹാരാജാവ് ക്ഷേത്ര നിർമ്മാണ ജോലികൾ നിരീക്ഷിക്കാനായി തെന്നാലിരാമനോടൊപ്പം വന്നു. കൂടെ തന്നെ രാജമന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവ് ക്ഷേത്രവും പൂന്തോട്ടവും ചുറ്റിക്കണ്ടു. ക്ഷേത്രം മനോഹരമായിരിക്കുന്നു. പക്ഷേ പൂന്തോട്ടം നാം വിചാരിച്ചതുപോലെ ആയില്ല. അതെല്ലാം ഇവിടെയുണ്ടല്ലോ രാജൻ. ചെത്തി, മന്ദാരം, മുല്ല, ജമന്തി പോലുള്ള പുഷ്പങ്ങളും ഈശ്വരന് നൈവേദ്യം ചെയ്യാനുള്ള ചക്ക, മാങ്ങ, വാഴ എന്നിങ്ങനെയുള്ള ഫലങ്ങളും ഇവിടെ നട്ടിട്ടുണ്ട് രാജൻ. എന്തൊക്കെ ഉണ്ടെങ്കിലും നാം ആഗ്രഹിച്ച പൂന്തോട്ടം അതിവിടെ കാണുന്നില്ല. മഹാരാജാവിന്റെ ആഗ്രഹം എന്താണെന്ന് മന്ത്രിക്ക് മനസ്സിലായതേയില്ല. അദ്ദേഹം ആലോചിച്ചു. ഉടനെ തെന്നാലിരാമൻ രാജാവിനോട് പറഞ്ഞു, രാജൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ക്ഷേത്രത്തിന്റെ മറുവശത്ത് നിർമ്മിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നോടൊപ്പം വന്നാലും രാജൻ. മഹാരാജാവും രാജമന്ത്രിയും തെന്നാലിരാമനെ പിന്തുടർന്ന് ചെന്നു. തെന്നാലിരാമൻ കൂട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് ഒരു ചട്ടിയിൽ തുളസിച്ചെടി നട്ടുവച്ചിരുന്നു. അത് കണ്ടയുടൻ രാജാവിന് അതീവ സന്തോഷമായി. തെന്നാലി, താങ്കൾ വളരെ ബുദ്ധിശാലിയാണ്. ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ടത് തുളസിച്ചെടിയാണ്. അത് നാം പറയാതെ തന്നെ താങ്കൾ മനസ്സിലാക്കി നട്ടു വളർത്തി. താങ്കളെ അഭിനന്ദിക്കുന്നു. നന്ദി രാജൻ, ഇതെന്റെ കടമയാണ്. നിസ്സാരമായ ഇക്കാര്യം തനിക്കറിയാതെ പോയല്ലോ എന്നോർത്ത് രാജമന്ത്രി തലകുനിച്ചു. എന്താ കൂട്ടുകാരെ, ഒരു ചെറിയ കാര്യം പോലും പലപ്പോഴും വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കും. ഔഷധ ഗുണമുള്ള മനോഹരമായ ഈ തുളസിച്ചെടി നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ വളരെ പ്രയോജനകരമായിരിക്കും. എന്താ, വളർത്തുമല്ലോ? ആരെക്കുറിച്ച് എന്ത് കുറ്റം പറയണമെങ്കിലും അവരവരുള്ളപ്പോൾ രാജസദസ്സിൽ വെച്ച് പറയണം. സത്യമാണോ എന്ന് അന്വേഷിക്കാം. ഇപ്പോൾ താങ്കൾക്ക് പോകാം. മന്ത്രി തലകുനിച്ച് നടന്നപ്പോൾ രാജാവ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈ മന്ത്രി സുന്ദരൻ കുറെ നാളുകളായി തെന്നാലിയെക്കുറിച്ച് ഓരോ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നല്ലോ. ഒരുപക്ഷേ